നമസ്കാരം. ഇന്ത്യയിലെ മത്സര പരീക്ഷകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഉയർന്ന സർവീസിലേക്ക് അവസരം ലഭിക്കുന്നതുമായ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 656 റാങ്ക് നേടിയ വൈശാഖാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സിവിൽ സർവീസ് പഠനത്തെക്കുറിച്ചും അതിൻ്റെ വിജയവഴികളെക്കുറിച്ചും നമുക്കിന്ന് വൈശാഖിനോട് തന്നെ സംസാരിക്കാം. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ വൈശാഖ്. കഴിഞ്ഞ 4 വർഷമായി 2 മെയിൻസ് ചെയ്തിട്ടുള്ള വൈശാഖിനെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാം. ഇന്ന് ഈ നേട്ടത്തിൽ വലിയ സന്തോഷവുമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയായിരുന്നു സിവിൽ സർവീസ് രംഗത്തേക്ക് എത്തിപ്പെട്ടത്? എന്തായിരുന്നു അതിനുള്ള പ്രചോദനം? പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ജോലി എങ്ങനെയെങ്കിലും മേടിക്കുക എന്നൊരു കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന വർഷം അപ്പം എനിക്ക് 2-3 സപ്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വർഷം എന്തായാലും അതിനുവേണ്ടി എനിക്ക് ചിലവഴിക്കണം. അപ്പോൾ ഞാനപ്പോൾ ഓർത്തു ആ സമയത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ജോലി വാങ്ങാം എന്നുള്ള ഉദ്ദേശിച്ച് നിൽക്കുമ്പോഴാണ് UPSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഏത് എക്സാം എഴുതുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് എഴുതിയേക്കാം. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പഠിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. അപ്പോൾ എനിക്ക് സിവിൽ സർവീസ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സർക്കാർ ജോലി ലഭിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത്, ആദ്യമായി പോയി എഴുതുന്നത്. എന്നായിരുന്നു ഈ ആദ്യത്തെ പരീക്ഷ ഇങ്ങനെ ഒരു അപ്ലൈ ചെയ്യാം എന്നൊരു തോന്നൽ? ഏത് വർഷമായിരുന്നു? ഞാൻ 2017 അപ്ലൈ ചെയ്യുന്നത്. ആ വർഷം പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഡിഗ്രി ജയിക്കണമെന്നില്ല, നമുക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായാലും മതി. അപ്പം ഞാൻ ഡിഗ്രി അപ്പിയറിംഗ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. 2017 എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ 8 വർഷം പിന്നിലേക്ക് നമ്മൾ നോക്കണം. ഒരു 8 വർഷത്തെ യാത്ര നോക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളിപ്പോഴാണ് ഒരു സക്സസ് സ്റ്റോറിയിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ യാത്ര എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒരു വിജയവഴികളെക്കുറിച്ച്, വിജയത്തോടൊപ്പം തന്നെ പരാജയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഈ കടന്നു വന്ന വഴികളെക്കുറിച്ച് എന്താ നമുക്ക് ഓർക്കുമ്പോൾ പറയാനുള്ളത്? 2017 തുടങ്ങിയെങ്കിലും ഇതിനെപ്പറ്റി, എക്സാമിനെ പറ്റി എനിക്ക് കൃത്യമായ ധാരണയില്ല, എനിക്ക് ചോദിക്കാനും പ്രത്യേകിച്ച് ഒരാളില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോക്കും, അങ്ങ് എഴുതി പോകും. അപ്പോഴെൻ്റെ മനസ്സിലുണ്ട് എനിക്കിത് കിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ തവണ എനിക്കൊരു ലാസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാം ഞാൻ പോയി എഴുതി. അപ്പോൾ ഡിഗ്രി ഇല്ല എന്നൊരു സമയമാണ്, എഴുതി. അപ്പോൾ ആ എക്സാം അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി എനിക്കൊരു സർക്കാർ ജോലി കിട്ടും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി സർക്കാർ ജോലി കിട്ടി കുറച്ച് പൈസ ഉണ്ടാക്കിയ ശേഷം ഒന്ന് കോച്ചിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഞാൻ എക്സാമിൻ്റെ ട്രെൻഡ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ വർഷവും ഞാൻ പോയി എഴുതുമായിരുന്നു. ലാസ്റ്റ് ഗ്രേഡ് ജോലി കിട്ടിയ ഒരാൾ ഇന്നിപ്പോൾ സിവിൽ സർവീസിലേക്കാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് ജോലിയെക്കുറിച്ച് നമ്മൾ പൊതുവായി പറയുന്ന ഏതൊരു മലയാളിയും സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആളുകൾക്ക് ലാസ്റ്റ് ഗ്രേഡ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ വൈശാഖിനെ നോക്കുമ്പോൾ വൈശാഖ് ഇന്ത്യയിൽ തന്നെ ചെയ്യാവുന്ന ഏറ്റവും ഉയർന്നൊരു സർവീസിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇപ്പോൾ UPSC പോലത്തെ ഒരു പരീക്ഷ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണക്കൊക്കെ പറയുകയാണെങ്കിൽ 14 ലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ തവണ പ്രിലിംസ് എഴുതിയത്. അതിൽ നിന്ന് ഒരു 14,000 പേർക്കാണ് നമുക്കൊരു മെയിൻസ് എഴുതാനൊരു അവസരം കിട്ടുക. അതിൽ നിന്ന് തന്നെ ഒരു 3,000 പേര് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അതിനകത്താണ് ഒരു 1,000 പേരുടെ റാങ്ക് വരുന്നത്. അപ്പോൾ ഈ 1,000 പേരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഇന്ത്യക്കകത്ത് തന്നെ ഈ പരീക്ഷ എഴുതുന്നവർ ഏറ്റവും മികച്ച ആളുകളായിരിക്കും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോലിയിൽ നിന്നും ഒരു ഉയർന്ന സർവീസിലേക്ക് വരുന്നു. ഈ ഒരു യാത്രയെ ഏറ്റവും കൂടുതൽ പഠനവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു ഇത്രയും വലിയ വ്യത്യാസമുള്ള 2 പരീക്ഷകളെ സമീപിച്ചത്? ഞാൻ ലാസ്റ്റ് ഗ്രേഡ് എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു പരീക്ഷയെക്കുറിച്ചും കൃത്യമായ ധാരണയില്ല. ഞാൻ ആ കാലയളവിൽ ഒരുപാട് ക്വിസ് മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു നോളജ് വെച്ച് ഞാൻ വെറുതെ പോയി എഴുതിയൊരു എക്സാമാണ്. അപ്പം ഒബിയസ്ലി അത്തരത്തിലുള്ള നോളജ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ എക്സാം ലഭിച്ചു. അതിനുശേഷവും സിവിൽ സർവീസ് മോഹം ഉള്ളിലേക്ക് കിടന്നതുകൊണ്ട് വെറുതെ എഴുതുന്നതാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണെന്നുള്ള തോന്നൽ ഞാൻ വീണ്ടും പോയി എഴുതും. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു ജോലി കിട്ടിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എന്തായാലും ഇനി പ്രശ്നമൊന്നുമില്ല, പേടിക്കാതെ തന്നെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആ റിസൾട്ട് വന്ന ദിവസത്തെ പറ്റിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി, ഓഫീസ് അറ്റൻഡ് എന്നുള്ള ജോലിയിൽ ഇരുന്നുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വല്ലാത്ത ടെൻഷനായി. ഇപ്പം അന്ന് എൻ്റെ ഓഫീസിൽ സ്റ്റാഫ് ആരും ഇല്ല. അപ്പം താഴെയുള്ള 2 സിസ്റ്റർമാർ എൻ്റെ റൂമിലേക്ക് വന്നു. ഓഫീസിൽ ഇരുന്ന് അവർക്ക് എന്തൊക്കെയോ എൻട്രി ചെയ്യാനുണ്ട് കമ്പ്യൂട്ടറിൽ. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ സിസ്റ്റർമാർക്ക് പേടിയായി. കാരണം റിസൾട്ട് വന്നത് ഒരു നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താകും. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, മോനെ നീ പോയി ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറിനിടയിൽ 5 ചായ പോയി കുടിക്കുന്നുണ്ട്. അത് അത്രയും ടെൻഷനാണ്. അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ ഞങ്ങൾക്കും പേടി വരുന്നു. അപ്പം വീട്ടിൽ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഞാൻ മാക്സിമം UPSCയുടെ റിസൾട്ടിൻ്റെ കാര്യം മറക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് ഓടി കഴിഞ്ഞപ്പോഴേക്കും ഫോണിൽ ഒത്തിരി അധികം കോളുകൾ നിൽക്കുന്നു. ഞാൻ വിചാരിച്ചിന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും വിളിക്കുമോ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്നോട് ഞാനിപ്പോൾ പണി നടക്കുന്ന ഹൈവേയുടെ ഒരു സ്ഥലത്ത് ഒരുത്ത് വണ്ടി നിർത്തിയ ശേഷം ഞാൻ ഫോൺ, എനിക്ക് പേടിയാണ് എടുക്കാൻ, കാരണം നെഗറ്റീവായൊരു കാര്യം കേട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. പെട്ടെന്ന് എന്നോട് പറയുകയാണ് നീ ക്ലിയർ ചെയ്തു. ഞാൻ വേറൊന്നും ചോദിക്കാൻ നിന്നില്ല, എന്നോട് ക്ലിയർ ചെയ്തു പറഞ്ഞപ്പോൾ ഞാനപ്പോൾ തന്നെ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കാരണം എക്സൈറ്റ്മെൻറ്റിൽ എനിക്കിനി വണ്ടി ഓടിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിലേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ട്.
അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിക്കുന്നു പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഞാൻ വണ്ടി ഓടിക്കുന്ന 30 കിലോമീറ്റർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് വരെ ഞാൻ ഒരു ഓഫീസ് അറ്റൻഡന്റ് ലാസ്റ്റ് ഗ്രേഡായിരുന്നു. ജസ്റ്റ് ഒരു അടുത്ത നിമിഷമാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. ഒരു വലിയ ചേഞ്ചാണ് നമ്മൾ ആലോചിക്കും പോലെ. ജീവിതം ശരിക്കും മാറി മറിയുന്ന ഒരു മൊമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളത്. വൈശാഖിൻ്റെ ടെൻഷനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം. 2021 നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ വർഷം വൈശാഖിൻ്റെ 2ാമത്തെ മെയിൻസ് ആണ്. അപ്പോൾ ആ മെയിൻസ് വൈശാഖ് അത്യാവശ്യം ചെറിയൊരു മാർക്കിനാണ് ഇൻ്റർവ്യൂ കോൾ കിട്ടാതെ പോകുന്നത്. അത് കഴിഞ്ഞ വർഷം വൈശാഖ് പ്രിലിംസ് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഈ പരീക്ഷയുടെ ഒരു എന്താ പറയുക ആകസ്മികത എന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവം എന്നൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയുള്ള തിരിച്ചു വരവ് ശരിക്കും എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു വർഷം പ്രിലിംസ് കയറാത്ത ആൾക്ക് വീണ്ടും ഇത് എഴുതാം, സ്വാഭാവികമായും ഒരു ജോലിയുണ്ട്, വേണമെങ്കിൽ അവിടെ നിൽക്കാം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. എങ്ങനെയാണ് ഒരു തിരിച്ചു വരവ് പിന്നീടും UPSC ഉണ്ടാവുന്നത്? ഈ പരാജയത്തിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ വേണം. അപ്പം എനിക്ക് അങ്ങനെ വിളിക്കാൻ, ഒരു തോൽവി വന്നാലും ജയം വന്നാലും വിളിക്കാൻ ഒത്തിരി ആളുകളുണ്ട്. അപ്പം ഞാൻ പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല, കാരണം ചിലപ്പോൾ ആളുകളുടെ ഏതെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു വിഷമമാവുന്നുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് 2023 ഫെയിലിയർ കഴിഞ്ഞ് എനിക്ക് വന്നൊരു മെസ്സേജാണ്. അപ്പം എന്നെ എപ്പോൾ കണ്ടാലും എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്, സുനീഷ് സാറാണ്. സുനീഷ് സാർ UPSC പഠിപ്പിക്കുന്ന ഒരാളാണ്. സുനീഷ് സാർ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്, മോനെ പ്രിലിംസ് ക്ലിയർ ചെയ്യില്ല, സങ്കടപ്പെടണ്ട, നിനക്കൊരു പണി തരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഫസ്റ്റ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പണി എനിക്ക് UPSC തന്നു, ഇനി ഒന്നുകൂടെ താങ്ങില്ലെന്നാണ്. അത് സാർ എന്നോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ട് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ക്വിസ് ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനൊരു 25 ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തപ്പോഴേക്കും അന്ന് വൈകിട്ട് എന്നെ സുനീഷ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ക്വസ്റ്റ്യൻ കൊള്ളാം, നീ എന്തായാലും പ്രിലിംസ് ഇത്തവണ ക്ലിയർ ചെയ്യും, നീ മെയിൻസിനെ പറ്റി ചിന്തിക്കുക. അപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷെ എന്നെ സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു സുനീഷ് സാർ, എടാ നീ ക്ലിയർ ചെയ്യും, അപ്പോൾ നീ വിഷമിക്കണ്ട, അത് ക്ലിയർ ചെയ്യാനുള്ള ആൾ തന്നെയാണ് നീ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും UPSC സ്വപ്നം എൻ്റെ അടുത്തേക്ക് വന്നു. എന്നുവെച്ചാൽ 0 ഞാൻ ആ സമയത്ത്. കാരണം ഇനി വേണ്ട, എൻ്റെ ലോകം മാറി. ഞാനൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉള്ള ജോലി സാറ്റിസ്ഫൈഡ് ആകാം, വേണമെങ്കിൽ ഏതെങ്കിലും ഒരു PSC പരീക്ഷ എഴുതി മുന്നോട്ട് പോകാം. കാരണം എനിക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ തക്ക ഒരു സ്ട്രെങ്ത് എൻ്റെ മനസ്സിനില്ലായിരുന്നു. അങ്ങനെ ഒരു അറ്റംപ്റ്റൂടെ കൊടുക്കുന്നു. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ എനിക്ക് ചോദിച്ചെല്ലാം 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടുത്തെ കുറച്ച് ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തതോടുകൂടി മെയിൻസ് എഴുതാൻ ചെന്നതോടുകൂടി എനിക്ക് ഉറപ്പായി എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായി. ഫൈനൽ റിസൾട്ടിൻ്റെ കാര്യത്തിലായിരുന്നു എനിക്കൊരു സംശയം. അപ്പം ഞാൻ വിളിച്ചു, അങ്ങനത്തെ ഒരു കോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. കാരണം അത് വെറും ഒരു കോളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നീ ക്ലിയർ ചെയ്യുമെന്ന് എന്നോട് തറപ്പിച്ച് പറഞ്ഞ ഒരാളാണ്. അപ്പം അവിടെ നിന്നാണ് എൻ്റെ അടുത്തൊരു 2ാം ഘട്ടം ആരംഭിക്കുന്നത്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഒരു ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വെല്ലുവിളികളുണ്ട് സ്വാഭാവികമായും. കാരണം ഒരു ഫുൾ ടൈം പഠനം എന്ന് പറയുന്നതും നമ്മളൊരു ജോലി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ജോലിയും പഠനവും, എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്തത്? എൻ്റെ ഒരു ജോലി സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 5 മണി വരെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 65 കിലോമീറ്ററാണ് ജോലി സ്ഥലത്തേക്ക്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കും. അപ്പോൾ അതിന് ചെറിയൊരു സൗകര്യം അവിടെ ഉണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സമയം വേസ്റ്റ് ആക്കാതെ നോക്കും. അധികം ഉറക്കം നിന്നും അങ്ങനെയുള്ള പഠിത്തമൊന്നുമില്ല. കാരണം എനിക്ക് ഉറക്കം നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ജോലിനെ അത് ബാധിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേക്കും, ഒരു 9 മണി വരെ 3 മണിക്കൂർ പഠനം. അതിനുശേഷം വൈകിട്ട് ഒരു 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞൊരു 5:30 to 8:30 വരെ പഠനം. അപ്പം ഞാൻ ശ്രദ്ധിച്ചത് 6-7 മണിക്കൂർ ദിവസം കിട്ടുക, അതെന്തായാലും നമുക്ക് ജോലിക്ക് പോലും നമുക്ക് കിട്ടും. അപ്പം ഞാൻ ട്രാവലിംഗ് ഒഴിവാക്കി. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ഡെയിലി 2 മണിക്കൂർ വേസ്റ്റ് ആവും. അപ്പം പഠിക്കാൻ വേണ്ടി ഞാനപ്പം അവിടെ ഹോസ്പിറ്റലിലോട് ചോദിച്ചു, എനിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം വേസ്റ്റ് ആവും. പിന്നെ എൻ്റെ ഒരു സാലറിക്ക് എനിക്കൊരിക്കലും പുറത്ത് നിന്നുകൊണ്ട് ഒരു റൂം എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠനവും ബാധിക്കും, മാത്രമല്ല നമുക്കൊരു സാമ്പത്തികമായിട്ട് നമ്മളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കുകയാണ് ചെയ്തത്. ഒത്തിരി പേരുടെ സപ്പോർട്ട് ഇതിന് പുറകിലുണ്ടല്ലേ? നമ്മൾ വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുന്ന ഒരു ക്വിസ് മാസ്റ്ററാണ്, അറിയാം, ആലപ്പുഴയിലൊക്കെ വളരെ ഫേമസ് ആയ ഒരാളാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പൊതുവിജ്ഞാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ പത്രം വായന, അല്ലെങ്കിൽ സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധാരണ, അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഡൈവേഴ്സ് ആണ്. ഇപ്പം ഒരാൾ എക്സ്ട്രീം, ഒരാൾ നന്നായിട്ട് പഠിക്കുന്നു, ചിലർ നന്നായിട്ട് പഠിക്കില്ല. പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുമ്പോൾ ചില കുട്ടികൾ ഞാൻ വ്ളോഗർ ആകുമെന്ന് പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത പല മേഖലകളിലേക്കും കൈവയ്ക്കാനാണ് കുട്ടികൾക്ക് ഇപ്പോൾ താല്പര്യം. ഇപ്പോൾ പൊതുവിജ്ഞാനത്തിൻ്റെ കേസ് എടുത്ത് എനിക്ക് തോന്നിയൊരു സ്റ്റേജ് വളരെ കുറയുകയാണ്. കാരണം അവർ മറ്റൊരു ഇല്യൂഷണറി വേൾഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റികളുടെ പുറകെ പോകുന്ന ഒരുപാട് കുട്ടികളെ അറിയാം. അപ്പം
കുറച്ച് റെസ്പോൺസിബിൾ ആവാൻ താല്പര്യമില്ല. ഒരു കുട്ടി എന്നോട് സംസാരിക്കുകയാണ്, അച്ഛൻ്റെ അമ്മയുടെ കാര്യമാണ്. അപ്പം എനിക്ക് പുറത്തു പോയി സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയുടെ കാര്യം അച്ഛനും അമ്മയും നോക്കണം. അതായത് ഇന്നത്തെ കുട്ടികൾ എല്ലാത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക, ഒരു കമ്മിറ്റ്മെൻറ്റിനോട് താല്പര്യമില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം പൊതുവിജ്ഞാനം നമ്മളെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഇൻസ്പയർ ചെയ്യിക്കാം. അങ്ങനൊരു തോട്ടിൽ ഒരു ചെറിയ ഡിക്ലൈൻ വന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്, വളരെ പ്ലാൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, മാതൃകയാവുക. പൊതുവിജ്ഞാനത്തിൻ്റെ കേസിൽ എപ്പോഴും എല്ലാവരും ഒരു ക്വിസ് മാത്രമായിട്ടാണ്. പക്ഷേ ക്വിസ് മാത്രമല്ല, മറ്റു കാര്യങ്ങൾ അറിവുള്ള കുട്ടികളുമുണ്ട്. ഇപ്പം ക്വിസിന് അറിയത്തില്ലെങ്കിലും മൊബൈലും ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അറിയാവുന്ന കുട്ടികളുണ്ടാവും, നന്നായിട്ട് ക്യാമറ കൈകാര്യം ചെയ്ത് വ്ളോഗ് എടുക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം മാനദണ്ഡമാക്കേണ്ടത് കുട്ടികളുടെ ഡൈവേഴ്സ് ക്യാരക്ടറും അതെങ്ങനെയാണ് ഡൈവേഴ്സ് ക്യാരക്ടർ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. പൊതുവിജ്ഞാനം എന്നുള്ള രീതിയിലും അതിനെ വളരെ നാരോ ചെയ്യുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. 2017 ശരിക്കും പരീക്ഷ എഴുതി തുടങ്ങിയതാണ്, ഇന്നിപ്പോൾ 2025 ശരിക്കും ഒരു നീണ്ട കാലം ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ട്. ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയാം. കാരണം കോവിഡ് വന്നു, അത് കഴിഞ്ഞു, നമ്മൾ കടന്നു പോന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ പഠനത്തിൽ ഒരു പഠിതാവ് എന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം വലിയ എഡ്യൂടെക് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ. അപ്പോൾ ഈ ടെക്നോളജി എങ്ങനെയാണ് ഇനി വരുന്ന തലമുറ അവരുടെ പഠനത്തെ ഉപയോഗിക്കേണ്ടത്? അത് ഏതെങ്കിലും തരത്തിൽ പുതിയ മാറ്റങ്ങൾ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ഒരു 2017 ഇപ്പോഴത്തേക്ക് എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ ടെക്നോളജീസിൻ്റെ കടന്നുവരവാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് പണ്ടൊക്കെ നമ്മൾ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ബുദ്ധിമുട്ടിച്ചെന്ന് മേടിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ പുസ്തകങ്ങൾ മേടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ പിന്നീട് ഒരു 2020 കൊറോണയ്ക്ക് ശേഷം ഞാൻ കാണുന്നത് കൂടുതലും PDF ആണ് കുട്ടികൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ ക്ലാസ് മുറികളിരുന്ന് പഠിക്കുന്ന പഠനം മാറി ഇപ്പം ഹൈബ്രിഡ് ക്ലാസ്സുകളായി. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്താലും അവിടെ ഹൈബ്രിഡ് ക്ലാസ്സുകളാണ്. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ കേൾക്കാം. അപ്പോൾ നമുക്ക് ആ തടസ്സം ഒഴിവായി. ഇപ്പോൾ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, മാസം ഒരു ഹോസ്റ്റൽ ഫീ ഒക്കെ കൊടുത്ത് പോയി നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇൻ്റർനെറ്റ് വെച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കാം. നമ്മൾ മനസ്സ് വെച്ചാൽ ഇപ്പോൾ എന്തും ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, റോഡിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സൊമാറ്റോ ഡെലിവറി ചെയ്യാൻ പോയ ശേഷം അവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഏതൊരാൾക്കും ഒരു ഇമ്മൻസ് പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അത്രയും റിസോഴ്സുകളും അത്ര നല്ല സ്ഥാപനങ്ങളൊന്നും കേരളത്തിലുള്ള, നമുക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം തെറ്റിപ്പോകാനുള്ള വളരെ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ പറ്റിയ ഒരാളോടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിപ്പോൾ ഡൽഹിയിൽ ഒരു സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാം, നമുക്ക് ഏത് ഫാക്കൽറ്റീസിനെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ ടെക്നോളജി വലിയൊരു ഇമ്മൻസ് പൊട്ടൻഷ്യൽ തുറന്നിട്ടു. ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി നല്ല മെറ്റീരിയൽസ് കിട്ടും. ഇപ്പം സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കുട്ടികളുമായി സംവദിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം ഡാറ്റ കോസ്റ്റ് അത്യാവശ്യം വളരെ കുറവാണ്. അപ്പോൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് പഠിക്കാം. അപ്പം കൃത്യമായി സിലബസും കാര്യങ്ങളും ധാരണ ഉണ്ടാക്കി യൂട്യൂബുകൾ നോക്കി പഠിക്കുന്ന ആളുകളെ എനിക്കറിയാം. അതിനുശേഷം ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്ത ശേഷം നല്ലൊരു മെയിൻ സീരീസ് ജോയിൻ ചെയ്ത് അവസാനം ഫൈനൽ ലിസ്റ്റിലേക്ക് വന്ന ആളുകളെയും നമുക്കറിയാം. അപ്പം നമുക്കൊരു ഗൈഡൻസ് തരാൻ ഇമ്മൻസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് റൈറ്റ് വൺ ചൂസ് ചെയ്യുക എന്നത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടാസ്ക്. ഇത്തവണ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് കിട്ടിയതിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരാളാണ് വൈശാഖ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു. നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. വേറെ ചോദിക്കാനുള്ള കാര്യം, ഈ പ്രത്യേകിച്ചും വൈശാഖ് വളരെ ഒരു ഗ്രാമീണ സ്ഥലത്തു നിന്ന് വരുന്ന ഒരാളാണ്, വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ നാട് വൈശാഖിനെ സ്വാധീനിച്ചിട്ടുള്ളത്? ഈ പഠനത്തിൽ ഒരു സപ്പോർട്ടായിരുന്നോ? ഏതൊക്കെ തരത്തിലായി നാടിനെ കുറിച്ച് എന്താ ഓർക്കാനുള്ളത്? എനിക്കും തോന്നി. കാരണം ഞാനൊരിക്കലും സിവിൽ സർവീസ് ജയിച്ചുകൊണ്ട് ആഘോഷിക്കപ്പെട്ട ഒരാളല്ല. അപ്പം ഞാൻ എൻ്റെ പഠനകാലത്തായാലും ഞാൻ നാട്ടിൽ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പം നമ്മുടെ 2018 പ്രളയം വന്നപ്പോഴേക്കും ഇവിടുത്തെ നാട്ടിലെ ക്യാമ്പുകളിൽ വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ചെയ്ത കാലം ഒരിക്കലും ആളുകൾ മറക്കാറില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി ഫ്ലെക്സുകൾ കണ്ടു, ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കണ്ടു. അപ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തന്ന സപ്പോർട്ടാണ്. കാരണം എൻ്റെ പഠനത്തിന് വേണ്ടി എപ്പോഴും എനിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ലീവുകൾ തന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ വകുപ്പ് മന്ത്രിയെ അറിയിക്കുകയും മാം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും MLAയും എൻ്റെ വീട്ടിലെത്തി, ഞങ്ങളുടെ MPയും എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ നാട്ടിലുള്ള എല്ലാത്തരം സംഘടനകളും, എല്ലാവിധ മതസംഘടനകളും എല്ലാവിധ രാഷ്ട്രീയ സംഘടനകളും അതിനൊരു ഭേദമില്ലാതെ എൻ്റെ വീട്ടിലെത്തി എന്നോട് ആശംസ അറിയിച്ചു. അപ്പോൾ നമ്മൾ ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ എന്നോട് അവർ എത്രത്തോളം സ്നേഹം കാണിച്ചു അതേ സ്നേഹം തന്നെ കാണിച്ചാണ് പറഞ്ഞിട്ട്. അപ്പം ഇന്നലത്തെ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നത്, എന്നെ ചെണ്ട കൊട്ടി വരവേറ്റ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അവരുടെ സ്നേഹത്തിൻ്റെ ബേസിൽ എനിക്കത് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപക്ഷെ
എൻ്റെ ഒരു വിജയം ചിലപ്പം അവരുടെയും മക്കൾക്കും പ്രചോദനമാകാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പം എനിക്കും തോന്നി അത്തരത്തിൽ എൻ്റെ ഗ്ലോറി അല്ല, നമുക്കൊരു ലിമിറ്റ് ഇല്ല, ആർക്കും UPSC ക്ലിയർ ചെയ്യാം എന്നുള്ള തോന്നൽ ഉണ്ടാകട്ടെ ഈ വിജയം കൊണ്ടെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പ്രധാനമായും പറയേണ്ടത് എന്നെ സാമ്പത്തികമായും അല്ലാതെയും മോട്ടിവേറ്റ് ചെയ്തൊരു വ്യക്തിയെക്കുറിച്ചാണ്. ഇതിൻ്റെ പേര് KN പ്രേമാനന്ദൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് ഓരോ പരാജയത്തിലും എന്നെ ഫോണിൽ വിളിക്കും, അടുത്ത പ്രാവശ്യം എഴുതാം, നമുക്കൊന്നും പറ്റത്തില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ തന്നത് നമ്മൾ സാമ്പത്തികത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് തരുമ്പോഴേക്കും നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിജയം കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ അതും വിജയത്തിൽ വളരെയധികം നിർണായകം. നാട്ടിന് പുറത്ത് എനിക്ക് പറയാൻ ഒത്തിരി ആളുകളുണ്ട്. ജോയി സെബാസ്റ്റ്യൻ, അങ്ങനെയുള്ള ആളുകൾ, ഞാൻ പഠിച്ച സ്കൂളുകൾ, ഞാൻ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് പഠിച്ച എല്ലായിടത്തേക്കും ഞാൻ ഇപ്പോഴും പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എല്ലാ തവണയും ഒരു വർഷത്തിൽ ഈ ഒരു 2-3 തവണയെങ്കിലും ഈ സ്ഥാപനങ്ങളിൽ പോവുകയും അവിടെ കുട്ടികളോട് സംസാരിക്കുകയും അവിടെ കുട്ടികൾക്ക് വേണ്ടി ക്വിസ് മത്സരങ്ങൾ നടത്തുകയും ഇപ്പോഴും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ആവാം ഇത്തരത്തിലൊരു ആഘോഷമാക്കി മാറ്റാൻ കാരണമായി. ശരിക്കും ഒത്തിരി വർഷങ്ങളായി ഈ സിവിൽ സർവീസ് പഠന രംഗത്തുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇതിൻ്റെ പുറകെ അവർ തീർക്കാറുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ 0 പോയിന്റിലേക്ക് വരാറുണ്ട്. വർഷങ്ങളായി ഇതിൻ്റെ പുറകിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നവരോട്, അല്ലെങ്കിൽ ചിലർക്ക് പലപ്പോഴും പ്ലാൻ B ഒന്നും ഇല്ലാതെ പോകാറുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? കാരണം എപ്പോഴും നമ്മൾ സക്സസ് സ്റ്റോറീസാണ് കേൾക്കുന്നത്, ഇതിൽ പരാജയ കഥകളായിരിക്കും കൂടുതൽ. നമ്മൾ ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഒരിക്കലും റിസൾട്ടിൻ്റെ പുറകെ പോകരുത്. കാരണം സിവിൽ സർവീസ് ഒരുപാട് ഗ്ലോറി തരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിസൾട്ട് അറിയുമ്പോൾ ഞാൻ റോഡിലായിരുന്നു. പക്ഷെ അതെന്നെ ഒരു പരിധിക്കപ്പുറം ഞാനത് എക്സൈറ്റ് ചെയ്തില്ല. കാരണം ഞാൻ അതിൻ്റെ റിയാലിറ്റികൾ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് മനസ്സിലാക്കി, എന്തൊക്കെയാണ് ഒരാൾ റിസൾട്ട് കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരിക്കലും കുട്ടികൾ റിസൾട്ട് പുറകെ പോകരുത്. നമ്മളിപ്പം സിവിൽ സർവീസ് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജയിക്കുന്നവരും അതിൽ അവസാന ലിസ്റ്റിലേക്ക് ഇടാത്തവരും ഒരുപോലെ എഫേർട്ട് എടുത്തവരാണ്. 1-2 മാർക്കിന് ലിസ്റ്റിൽ കയറാത്ത ആളുകൾ എനിക്കറിയാം. അപ്പോൾ ഒരിക്കലും വിജയം ഉറപ്പിച്ച് സിവിൽ സർവീസിലേക്ക് വരാൻ പാടില്ല. നമ്മൾ എഫേർട്ട് എടുക്കുന്നു, നമ്മുടെ എഫേർട്ട് കറക്റ്റായി പോവുകയാണ്, നമുക്ക് റിസൾട്ട് ഉണ്ടാകും, ആ ഒരു തോട്ട്. അപ്പോൾ ഓരോ പരാജയത്തിലും എനിക്ക് സെൽഫ് മോട്ടിവേഷൻ ആയത് ഈ ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഒരു പ്ലാൻ B ഇല്ലാതെ സിവിൽ സർവീസിലേക്ക് വരുന്നത് അത്ര നല്ലൊരു കാര്യമാവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 2017 ഒരു എക്സാം എഴുതി, PSC എക്സാം. എനിക്ക് ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു, എനിക്ക് ഭേദപ്പെട്ട റാങ്ക് ഉണ്ടായിരുന്നു, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു PSC എക്സാം എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അവസാനമായിട്ടുണ്ടായിരുന്നത് തോട്ടം എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു, ഒരു ക്വിസ് ബേസ്ഡ് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും സിവിൽ സർവീസിന് പോയി ഇതിന് ഡെഡിക്കേറ്റഡ് പഠിച്ചു ഇത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയില്ല. നമ്മുടെ ചുറ്റും ഒരു വിശാലമായിട്ടുള്ള ലോകമുണ്ട്. ഇപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒന്നും ഒരു തരത്തിലുള്ള നമുക്ക് കോണ്ടാക്റ്റ് വേണം, നമുക്കെല്ലാം വേണം. പക്ഷെ അതിനൊരു നമ്മളൊരു ലിമിറ്റ് വയ്ക്കുക. നമ്മൾ പാരൻസുമായിട്ട് സ്പെൻഡ് ചെയ്യണം, നമ്മുടെ കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യണം. ഞാൻ ഈ 8 വർഷത്തിനിടയ്ക്ക് എല്ലാവരുമായിട്ട്, ഇപ്പോൾ നാട്ടുകാരുമായിട്ടുള്ള സ്പെൻഡ് ചെയ്യണം. ഞാൻ എൻ്റെ നോളജ് കൊണ്ടുവന്ന് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 700 കുട്ടികളുള്ള ഒരു ക്വിസ് ക്ലബിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ എല്ലാ തരത്തിലും എൻ്റെ നോളജ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാനൊരു 0 എനിക്ക് ഫീൽ ചെയ്യും. ഇത്തവണ ഞാൻ എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അഭിമാനിക്കായിരുന്നു. എനിക്ക് തിരിച്ച് എല്ലാവരും ജോലി ഉണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ്. സിവിൽ സർവീസിന് മാത്രമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു വളരെ സ്പെസിഫിക് ആയ ചില കാര്യങ്ങൾ ചോദിക്കാം. കാരണം ഞാനൊരു മലയാള അധ്യാപനം എന്ന രീതിയിലാണ് നമ്മുടെ ഒരു പരിചയം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ UPSC പരീക്ഷയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം എടുത്ത് പഠിക്കുക. അതിനൊരു വലിയ സ്കോറിംഗ് സാധ്യത. അപ്പം നമുക്ക് ഈ പറയുമ്പോൾ ഒരു മെയിൻസ് 500 മാർക്ക് വലിയ മാർക്കാണത്. അപ്പോൾ അങ്ങനൊരു വിഷയം എടുത്ത് പഠിക്കുകയും അത് നമ്മുടെ മൊത്തം മാർക്കിനെയും റാങ്കിനെയൊക്കെ ബാധിക്കുന്നൊരു സംഭവമുണ്ട്. അത് ഒരുപാട് വിഷയങ്ങൾ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ മലയാളം എടുക്കുന്നവരുണ്ട്, ഒത്തിരി പല വിഷയങ്ങൾ എടുക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മലയാളത്തിലേക്ക് എത്തിപ്പെട്ടത്? മലയാള സാഹിത്യം അത് പഠിക്കാവുന്നൊരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? ഞാൻ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഓപ്ഷനുകളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നു മലയാളം എടുക്കുന്ന ഒത്തിരി പേര് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പലയിടത്തും ടോപ്പേഴ്സിൻ്റെ ടോക്കൊക്കെ കണ്ടപ്പോൾ മലയാളം എടുത്തൊരു ക്ലിയർ ചെയ്യുന്നു. പിന്നെ മലയാളത്തിന് പഠിപ്പിക്കാൻ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. അതായിരുന്നു ഞാൻ മലയാളം ചൂസ് ചെയ്യാനുള്ളൊരു പ്രധാന റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ കിട്ടത്തില്ല. കാരണം നമ്മളെപ്പോഴും ആൻസർ എഴുതി നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ആ സമയത്ത് മലയാളം വളരെ റിലീഫാണ്. എൻ്റെ 3 മെയിൻസിൻ്റെ സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു പീരീഡ് എന്ന് പറഞ്ഞാൽ GS പേപ്പറിന് ശേഷം മലയാളത്തിൻ്റെ ഒരു 5 ദിവസത്തെ ആ സമയമാണ് നമുക്കൊരു എക്സാം ആണെങ്കിൽ പോലും സന്തോഷത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു കാലം. അതുകൊണ്ട് മലയാളം എനിക്ക് വളരെ റിലീഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്.
ശരിയാണോ? സാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കാനും ചിന്തിക്കാനും പിന്നെ അതിന് കൃത്യമായ ഉത്തരങ്ങളില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ക്ലാസ്സിൽ പറയും. നിങ്ങൾ ഇതിനുള്ള ഉത്തരം ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഒരു തോന്നൽ, കവിതയൊക്കെയാണല്ലോ, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വായന അതിൻ്റെ പഠനത്തിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഓക്കെയാണ്. ഈ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാഹിത്യം നമ്മൾ വായിച്ച് ആസ്വദിച്ചാൽ മാത്രം പോരാ, അതിന് നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ട രീതിയിലേക്ക് തയ്യാറാക്കി എടുക്കണം. കാരണം ഒരു സമയക്രമമുണ്ട്, മാത്രമല്ല ഒരു മാർക്ക് പോലും വിലപ്പെട്ടതാണ് നമുക്ക്. അപ്പോൾ ആ ഒരു സാഹിത്യത്തിന് പൊതുവെ ഇല്ലാത്തൊരു അച്ചടക്ക സ്വഭാവം UPSC പഠനത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ MA ക്കൊക്കെ പഠിക്കുന്ന ഒരു രീതിയല്ല UPSC. പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഈ പഠന രീതി, ഒന്ന് സ്വന്തമായൊരു പഠനം, പിന്നീട് പരീക്ഷ എഴുതുക, മെൻറ്റർഷിപ്പ് എടുക്കുക, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക? പ്രത്യേകിച്ചും ചോദിക്കാനുള്ളൊരു കാരണം, പലരും മലയാളമൊക്കെ തനിയെ പഠിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ പിന്നീട് നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു രീതി കാണുന്നുണ്ട്. ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ്, ഗൈഡൻസ്, ഒരു ടെസ്റ്റ് പ്രാക്ടീസ്, ക്ലാസ്, ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? മലയാളത്തിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സ്വയം പഠിക്കാം. അങ്ങനെ കഴിവുള്ള കുട്ടികളുണ്ടാവും. മലയാളത്തിന് നല്ല അഭിരുചിയുള്ള അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ സ്വന്തമായി തയ്യാറാക്കി എടുക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയ്ക്ക് എബിൾഡായ ഒരാളല്ലായിരുന്നു. കാരണം എനിക്കൊരു മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും എനിക്ക് അതിനുള്ളൊരു സ്കില്ലില്ല. പിന്നെ മലയാളം എഴുതാൻ പോലും ചില ഉത്തരങ്ങൾ എഴുതാനും ചില സാഹിത്യ അനലൈസ് നടത്താനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. അപ്പം ബോണി സാറിന് തന്നെ അറിയാം, നമ്മൾ ഒത്തിരി തവണ സാഹിത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ ബെനിഫിഷ്യലായി തോന്നി. എനിക്ക് ആൻസർ എഴുതുന്നതിനെക്കാട്ടി കൂടുതൽ ഇത്തരം ചർച്ചകളും വ്യൂ പോയിൻറ്റ്സും ഉണ്ടാകാനായിട്ട് സഹായകമായി. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ ബോണി സാർ എത്തിയതോടുകൂടി എനിക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടി സംസാരിക്കാനുള്ള. അപ്പോൾ അത്തരം സംസാരം എനിക്ക് തോന്നിയത് ടെസ്റ്റ് സീരീസും പഠനവും എനിക്ക് അത്യാവശ്യം കണ്ടന്റ് ഞാൻ മുമ്പ് പങ്കെടുത്ത ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു. പക്ഷെ എനിക്കതൊരു ചർച്ചയുടെ രൂപത്തിലേക്ക് മാറുന്നതോടുകൂടി എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി. അപ്പം അത് വളരെയധികം സഹായം. എനിക്ക് തോന്നുന്നു സാഹിത്യ ചർച്ചകൾ മലയാളം പഠനത്തെ സഹായിക്കാം. കാരണം ഞാൻ എഴുതിയ സമയത്ത് എഴുതി തുടങ്ങിയവരൊന്നും ഈ കാലഘട്ടത്തിൽ ഇപ്പം അപ്പിയർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കൊരു സംസാരിക്കാൻ ആളുകളില്ലായിരുന്നു. അപ്പം ആ ഒരു കുറവ് ബോണി സാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നികത്തപ്പെട്ടതാണ്. പൈസേൻ്റെ മാർക്കിനെ കുറിച്ച് എനിക്ക് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ തവണ 193, രണ്ടാമത്തെ തവണ അത് 256 ഓപ്ഷനിലെ മാർക്ക് മാറുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്ക് നമുക്കറിയില്ല. ഇപ്പോൾ എന്തായാലും അത് മോശം മാർക്കായിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സാഹിത്യ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു. അതൊരു എന്താണ് ശരിക്കും നമ്മളൊരു പഠിച്ച കാര്യം അങ്ങനെ എഴുതുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെറ്റീരിയൽസിനെ മാത്രം ഫോളോ ചെയ്താണോ പഠിച്ചത്? സ്വന്തമായിട്ടുള്ളൊരു ഇൻപുട്ട്, നമ്മൾ സാഹിത്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. വായിക്കുക, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക, അതെങ്ങനെയാണ് ഉത്തരങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അതെയോ നമ്മൾ ഏതെങ്കിലും മെറ്റീരിയലിനെ, നമ്മളിത് അറിയാത്തവർക്ക് വേണ്ടി ചോദിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ ഫോളോ ചെയ്ത് അത് തന്നെയാണ് ഉത്തരങ്ങളാക്കി മാറ്റുന്നത്? സ്വന്തമായി ഇൻപുട്ട് ഇടുമ്പോഴാണോ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത്? അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? അപ്പോൾ ഞാൻ പഠിച്ചത് ഷംന ടീച്ചറിൻ്റെ അടുത്താണ്. അപ്പോൾ ഷംന ടീച്ചറിൻ്റെ മെറ്റീരിയൽസാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു, പക്ഷേ പഠിച്ചിട്ടും റിസൾട്ട് എത്തുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞ പോലെ എല്ലാം പഠിച്ചിട്ടും 193 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അടുത്ത മെയിൻസിൻ്റെ സമയത്ത് ഞാൻ ഷംന ടീച്ചറിനോട് സംസാരിച്ചു, എന്തൊക്കെ ചെയ്യാം എന്ന് സംസാരിച്ചു. അവിടെ നിന്ന് എനിക്കൊരു നല്ല ഇൻപുട്ട് കിട്ടി. അപ്പം നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയനും നല്ലതാണ്, പിന്നെ നമുക്കൊരു ചർച്ചയും നല്ലതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, പലയിടത്തും ഞാൻ ചെല്ലുമ്പം എനിക്ക് പരിചയമുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ബോണി സാറുള്ളത്. അപ്പം എനിക്ക് ആ ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാവണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽസ് ഉണ്ട്, ഞാൻ പഠിച്ചതുമാണ്. ഈ പഠിച്ച സാധനം ആരോട് സംസാരിക്കുമെന്നാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾ വേണം. അപ്പം ആ സമയത്ത് ബോണി സാർ എൻ്റെ റൂംമേറ്റ് ആയിട്ടും വരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പോസിബിലിറ്റിയാണ് ഇതിലേക്ക് ഓപ്പൺ ചെയ്തത്. അപ്പം ഞാൻ പറയുമ്പോൾ 1-2 ആളുകളല്ല എനിക്ക് സഹായിച്ചിട്ടുള്ളത്. അപ്പം ഷംന ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ, ഞാൻ ഷംന ടീച്ചറിൻ്റെ 1-2 വർഷം പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ആ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷവും എൻ്റെ മാർക്ക് ആഡ് ഓൺ ചെയ്യാൻ ബോണി സാർ വളരെയധികം സഹായമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സെക്കൻഡ് പേപ്പറിലെ സാഹിത്യ ചർച്ചകളാണ് എനിക്ക് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. കാരണം സെക്കൻഡ് പേപ്പർ എനിക്ക് നല്ല രീതിക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ. ഇപ്പോൾ വൈശാഖ് മലയാളത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് പഠിച്ചു, പിന്നീട് ടെസ്റ്റ് എഴുതാനാണ് നമ്മൾ ശരിക്കും പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈശാഖിൽ വലിയ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പഠനത്തോടൊപ്പം തന്നെ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ എഴുത്ത് പരിശീലനം, ഇപ്പോൾ നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം, ഇതൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും ഭൂരിഭാഗം പേരും പ്രിലിംസ് കയറിയിട്ടാണ് ഈ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമുകൾക്ക് വരാറ്. അപ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവാൻ നിൽക്കണ്ട, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം തുടങ്ങണം. പ്രിലിംസ് ക്ലിയർ ആയി നമുക്ക് പഠിക്കാനൊന്നും സമയമില്ല, അന്ന് എഴുതി തെളിയാനേ സമയമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ വൈശാഖ് നോക്കിക്കാണുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മലയാളം ഓപ്ഷനിൽ പഠിച്ചത് ഷംന ടീച്ചറിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ അത് വെച്ച് പഠിക്കുന്ന സമയത്താണ് ഞാനൊരു 2021 ശേഷം എൻ്റെ റൂംമേറ്റ് കൂടെ ആയി ബോണി സാർ വരുന്നത്.
അപ്പോൾ ഞാൻ ആദ്യം നേരിട്ട് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുകയല്ല. അപ്പോൾ എനിക്ക് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടാനുള്ള എന്തൊക്കെയോ ഇവിടെ നിന്ന് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ബോണി സാറോട് ചോദിച്ചു, സാറൊന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ സാറ് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് വേണമെങ്കിൽ റൂമിൽ ഉത്തരം എഴുതി കൊടുക്കാം, കാരണം എൻ്റെ റൂംമേറ്റാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അപ്പോഴും ഉത്തരം എഴുതി കൊടുക്കാം. അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളായി. മറ്റ് പ്രിപ്പറേഷൻ മെയിൻസോ മറ്റ് ആ ടെസ്റ്റ് സീരീസോ മിസ് ചെയ്യാതെ എനിക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ബോണി സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം അത് വന്നതോടുകൂടി എനിക്ക് കംഫർട്ടബിളായി. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന്, അതായത് ഞാനൊരു 24 മണിക്കൂർ സർവൈലൻസ് ഇരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഒരു ഡൗട്ട് വന്നാൽ പെട്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ മറ്റൊരിടത്ത് പഠിച്ചു വന്ന ഒരാളെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ബോണി സാറിൻ്റെ അടുത്ത് നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ കാരണം പേഴ്സണലി അറിയാവുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ കുറവുകൾ വളരെ നന്നായിട്ട് അറിയായിരുന്നു. കാരണം ബോണി സാറിന് അറിയാം ഞാൻ ടെൻഷൻ വളരെ കൂടുതലുള്ള ഒരാളാണ്. പരീക്ഷ കാലത്ത് ടെൻഷൻ അടിക്കുകയും എനിക്ക് തോന്നുന്നു എന്നെ ഒരു 2-3 പ്രാവശ്യം ബോണി സാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാകും. പരീക്ഷ കാലത്ത് എനിക്ക് മലയാളം ഓപ്ഷൻ്റെ തലേന്നുൾപ്പെടെ ഞാൻ വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉൾപ്പെടെ എന്നെ മെൻ്റലി സ്ട്രോങ് ആക്കി വെച്ചു. കാരണം മലയാളം ഓപ്ഷനിൽ വെറുതെ പോയി എഴുതിയാലും നല്ല മാർക്ക് കിട്ടിക്കോളും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിലൊരു പക്ഷേ പരീക്ഷയ്ക്ക് അപ്പുറത്തേക്കും എനിക്ക് ബന്ധമുള്ള ഒരാളാണ് ബോണി സാർ. തുറന്നെഴുതുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് അവതരിപ്പിക്കുക. കാരണം ഇതിനങ്ങനെ കുറുക്കു വഴികളൊന്നുമില്ല. നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുക, അതിനെ നന്നായിട്ട് അവതരിപ്പിക്കുക. ശരിക്കും ഈ ഒരു പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചിന്തിക്കാറ്. അപ്പോൾ അത്തരത്തിൽ ക്ലാസ്സും പിന്നീട് ഉണ്ടായിട്ടുള്ള സ്വന്തമായ വായനകളും, അങ്ങനെ വൈശാഖിന് എനിക്ക് ഓർമ്മയുണ്ട്. വൈശാഖ് ആദ്യമായിട്ട് ഉത്തരങ്ങൾ എഴുതി കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ വൈശാഖിന് ഒരു വളരെ ബേസിക്കായി ഒത്തിരി കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി ഉള്ള ഐഡിയ ഉണ്ട്. പക്ഷേ ഒരു ഡയമെൻഷൻസിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് വൈശാഖിന് എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളൊരു ഒരു കാര്യം പറഞ്ഞാൽ വളരെ ക്ഷമയോടെ കേൾക്കും, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കും. അപ്പോൾ നമ്മളൊരു പുസ്തകമൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അതെടുത്ത് വായിക്കും. അപ്പോൾ ഈ സ്വന്തമായിട്ടൊരു ഇൻപുട്ട് ഇടൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അല്ലെങ്കിൽ സാഹിത്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അങ്ങനെ അവരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം വളരെ ഇഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം UPSCയുടെ പഠനം നമുക്കറിയാം, സ്ട്രെസ്സാണ്, ഭയങ്കര ഒരുപാട് ഹെക്റ്റിക്കാന്നൊക്കെ പറയാം. കാരണം സമയമൊക്കെ വളരെ പ്ലാൻ ചെയ്താണ് പഠിക്കുന്നത്. ഈ സാഹിത്യം പഠിക്കാൻ ഒരു ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റുമോ എന്നൊക്കെ തോന്നുന്നവരോട് എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാൻ മലയാളികളോടാണ് പറയും, കാരണം മലയാളം നല്ലൊരു ഓപ്ഷണൽ തന്നെയാണ് എപ്പോഴും. ഞാനൊരു ഓപ്ഷണൽ എന്ന രീതിയിൽ മാത്രം മലയാളത്തെ കാണുന്നില്ല. കാരണം നമുക്ക് ഒത്തിരി വായിക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഒപ്പീനിയൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പം സാഹിത്യ വായനകൾ എനിക്കൊരിക്കലും മലയാളം ഓപ്ഷൻസിൽ മാത്രമല്ല, ഒരു പഠിതാവ് എന്ന രീതിയിൽ മാത്രമല്ല ഉപകാരപ്പെട്ടത്. ഞാനിപ്പോൾ കുട്ടികളെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ സാഹിത്യപരമായ കാര്യം അവിടേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ചിന്താവിഷ്ടയായ സീതയും പെരുന്തച്ഛനും ഒക്കെ തന്നെ പല സമയത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെരുന്തച്ഛൻ്റെ കാര്യം പറയുന്ന സമയത്തേക്ക് ഒരു വ്യക്തിയിൽ 2 ക്യാരക്ടർ നിന്നുകൊണ്ട് ആ വ്യക്തി ചിന്തിക്കുന്ന രീതികൾ, അപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷൻസിൽ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനൊക്കെ പറ്റുമ്പോൾ ഞാനിപ്പോൾ ആലോചിക്കും, ഈ സാഹിത്യ ചർച്ചകളും ഈ പറയുന്ന മലയാളം ഓപ്ഷനിൽ പഠിക്കുന്ന കാലം ഒരുപക്ഷെ നിങ്ങൾക്ക് ആ എക്സാമിന് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടെ ഉപകാരപ്പെടും. അതുമാത്രമല്ല, ഞാൻ ഈ മലയാളം ഓപ്ഷനിൽ പഠിച്ച കാര്യങ്ങൾ എത്തിക്സിൽ കേസ് സ്റ്റഡീസ് എഴുതുന്ന സമയത്തേക്ക് അതിൻ്റെ ഇൻപുട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, എസ്സേ എഴുതുന്ന സമയത്തേക്ക് അതിൻ്റെ ഇൻപുട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ വലിയ രീതിയിൽ ഒരു ക്യാൻവാസ് ഒരുക്കി തരുന്ന ഒരു ഓപ്ഷണലായിട്ട് തന്നെയാണ് എനിക്ക് മലയാളത്തെ തോന്നിയിരിക്കുന്നത്. സാഹിത്യം ആസ്വദിക്കുന്ന ആളാണ്, വായിക്കുന്ന ആളാണ്. ഈ സിവിൽ സർവീസിൻ്റെ ഓപ്ഷണൽ പഠനത്തിന് ശേഷം സാഹിത്യം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ വായിക്കുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ജീവിതത്തെ വലിയ സ്വാധീനിച്ചായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു സാഹിത്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ വായിക്കാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനായിട്ടുള്ളത്? അതെ, എനിക്ക് മലയാളം പഠിച്ച ശേഷം എനിക്കൊരു കഥ എഴുതണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എഴുതി തുടങ്ങി, ഒരു 50 പേജോളം അത് ഞാൻ ചെയ്തു. അപ്പം പിന്നീട് എനിക്ക് എഴുതാൻ എത്തുന്നില്ല. ഇപ്പോൾ സ്റ്റോറി എൻഡ് ചെയ്തപ്പോഴേക്കും ഈ ഒരു റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് വീണ്ടും ഒരു ആശയം കിട്ടി. അപ്പം ഇനി അത് എഴുതി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എഴുതാനുള്ളൊരു ആവേശവും ഈ മലയാളം പഠിച്ചുകൊണ്ടുകൂടി എനിക്ക് കിട്ടി. ജീവിതത്തിൽ വലിയ കഥകൾ, വലിയ സംഭവങ്ങൾ ഉണ്ടാവട്ടെ. ആ കഥകളൊക്കെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഇനിയും നമ്മളോട് പങ്കുവയ്ക്കാനും വൈശാഖിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ജീവിതത്തിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ എല്ലാവിധ ആശംസകളും.